കോതമംഗലം ജില്ലയിലെ കൊട്ടാമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഒരു നദി ഒരു തോടിന് ചേർന്നുള്ളൊരു ഭാഗമാണ്. ചെറിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മേഖല പോലെയാണ്. ചെറിയ തെങ്ങുകൾ പോലെ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട്. തെങ്ങല്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം ചുറ്റുപാട്. കട്ടേക്കാട് പക്ഷി സങ്കേതമൊക്കെ കണ്ടിട്ട് വന്ന വഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഏതാണ്ട് ജസ്റ്റ് ഇവിടെ ലൊക്കേഷൻ നോക്കിയപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ഉണ്ട്. ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതൊരു മരം തെങ്ങല്ല കേട്ടോ, വേറൊരു ടൈപ്പ് മരമാണ്. ഇത് കണ്ടോ, എന്താണെന്നറിയില്ല. ചെറിയൊരു ഭാഗം ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് ജസ്റ്റ് ഉല്ലസിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ മണ്ണാണ്. ഇതുണ്ടോ, മൺഭാഗമാണ് മൊത്തം. ഇങ്ങോട്ട് നോക്കുമ്പോൾ തെളിഞ്ഞൊരു പ്രദേശമാണ്. ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ വന്നിട്ട് ഞാൻ നമുക്ക് കയറി വരുന്ന സമയത്തും ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് സമയം സന്ധ്യ ആവാറായി എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഈ സമയത്ത് ഇപ്പം ആൾക്കാരങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ഇതുണ്ട് സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇത് ഞാൻ നോക്കുന്ന ഒരു തോടാണ്. തോടാണോ നദിയാണെന്നറിയില്ല. ഭയങ്കരമായിട്ടും വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈഡാണ്. ആനക്കയമാണ് സ്ഥലം. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു ആനക്കയമാണ്. ആനക്കയാണ് പ്രദേശം. അതുകൊണ്ട് ഞാൻ ഇച്ചും പറഞ്ഞില്ല, ഇത് തെങ്ങല്ല കേട്ടോ, വേറെ എന്തോ മരമാണ്. ഇങ്ങോട്ട് വീടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ. ഇപ്പം വെള്ളം കുറവുള്ള സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണേ. ഇങ്ങോട്ട് വെള്ളമില്ലാതെ, അല്ലെങ്കിൽ നല്ല മഴ സമയമാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വെള്ളമായിരിക്കും. ഇപ്പം ഇവിടെയൊക്കെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളമായിരിക്കും ഭയങ്കരമായിട്ട്. അപ്പം വെള്ളം കുറവാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് മറ്റേ ബോട്ടിങ്ങൊക്കെ ഉള്ളത്. വള്ളമൊക്കെ ഇതേ കൂടെ ഇങ്ങനെ ഈ ആറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്ന ഫീസുണ്ട്. ഇപ്പം ചോദിക്കാൻ ചെന്നപ്പോൾ അവിടെ അങ്ങനെ ബോട്ടിങ്ങിൻ്റെ സർവീസിൻ്റെ ആൾക്കാർ അവിടെ ഇല്ല. വള്ളം അവിടെ ബോട്ട് അവിടെ സൈഡിൽ ഒതുക്കി ഇട്ടിട്ടുണ്ട്. ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇതുണ്ടോ, വള്ളം സർവീസ് ഉണ്ട് ഇതിൽ. പക്ഷെ ഇവിടെ ആൾക്കാരിങ്ങനെ ഇല്ല. ജസ്റ്റ് ഒന്നുണ്ടെങ്കിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കായിരുന്നു. സമയം 7 മണിക്ക് ആവില്ലേ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് മോട്ടർ ഘടിപ്പിച്ച് മോട്ടറിൽ നിന്ന് പ്രൊപ്പല്ലർ അത് വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് ആണ് സവാരി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ വന്ന ഭാഗം. ചെറിയൊരു നിരപ്പ് പ്രദേശം അവിടെ. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം കുറവാണെന്നാണ് അവിടെ പറയുന്നത് കേട്ടെ. ഞാൻ വന്നപ്പോൾ അവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ഡീറ്റെയിൽ അവർ പറഞ്ഞു തന്നു. ആനക്കയമാണ് സ്ഥലം എന്നൊക്കെ, പിന്നെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയതാണ്. ഇതാണ് ചെറിയൊരു എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വന്ന് റിലാക്സ് ചെയ്യാനാണ് തന്നെ. ഇപ്പോൾ 2-3 പിള്ളേരൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ചായിരുന്നു. ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചത്. അപ്പോൾ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ദിവസമല്ലേ, ഇപ്പോൾ രാവിലെ മുതൽ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച ഒരു 4 മണി 3 മണി വരെ എങ്ങനെ പോയാലും നല്ല തിരക്കാണ്. ബോട്ടിങ്ങിനാണേലും ഇവിടുന്ന് ഭൂതത്താൻകെട്ട് വരെ, ഇവിടെ ഇച്ചിരി മുമ്പ് കണ്ടില്ല നമ്മളേൽ ഭൂതത്താൻകെട്ട് വരെ പോകുന്നതിന് 1000 രൂപ 1500 റേറ്റ് കാര്യങ്ങളൊക്കെ. നല്ല ദൂരത്തു നിന്നാണ് ഭൂതത്താൻകെട്ട് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നല്ലൊരു ഭാഗം തന്നെയാണ്, ഡാമിൻ്റെ ഭാഗം. ഈ പോകുന്ന വെള്ളം കണ്ടോ തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആറാണ്, പക്ഷെ കാഴ്ചയിൽ വെള്ളം ശാന്തമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ആ ചേട്ടയെ പറയുന്നത് നല്ല അടിയൊഴുക്കുണ്ട്, നിന്ന് കഴിഞ്ഞാലൊക്കെ ഒഴുകി പോകുന്നതാണ്. നല്ല ശാന്തമായിട്ടാണ്, പക്ഷെ അടിയൊഴുക്ക് നല്ലപോലെ ഉണ്ട്. നിന്ന് കഴിഞ്ഞാൽ വിവരം പറയും, നല്ല വെള്ളമാണ്. അടിയൊഴുക്കെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത രീതിയിലാണ് പറയുന്നത്.
അതേപോലെ ഇനി ഇതുണ്ടോ അങ്ങോട്ട് മീൻ പിടിക്കാനായിട്ട് വള്ളത്തിൽ പോയിട്ട് പാറയുടെ മേളിൽ പോയി ഒന്ന് ചൂണ്ടയിടുകയാണ് ചേട്ടന്മാർ. ഇവിടെ ഉള്ളവർ തന്നെയാണ്. വള്ളത്തിൽ പോയിട്ട് പാറയുടെ മേളിൽ മീൻ്റെ മേളിൽ നിന്ന് ചൂണ്ടയിടുക. ഈ സമയത്ത് ഇവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഫാമിലി ആയിട്ടാണേലും. പിന്നെ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. സമയം കുറേ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ലൊക്കേഷനൊക്കെ കൂടി പോകാം. കുട്ടാമ്പുഴയാണ് ഗ്രാമം. ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് സുഹൃത്തുക്കളെ, കുരങ്ങനാണ്. വടിയുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? മരത്തെ കയറിയിട്ട് അവന്മാർ ബോട്ടിങ് സർവീസിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. വഞ്ചി സർവീസ് കുട്ടമ്പുഴ ആനക്കയം പുഴയിലൂടെ കാട്ടാനകളെ കണ്ട് കനാഭംഗി ആസ്വദിച്ച് വഞ്ചിയിൽ ഉല്ലാസ യാത്ര എന്നും പറഞ്ഞാണ് ബോർഡ് വെച്ചേക്കുന്നത്. വഞ്ചിയിൽ ഈ ഒരു കോണ്ടാക്റ്റ് ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും. ഈ സമയത്തില്ല കേട്ടോ, ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. മേളോട്ട് ഒച്ച കേട്ടിട്ട് നോക്കിയപ്പോഴത്തേക്ക് മൊത്തം കുറ്റകൾ ഇല്ലേ കയറി ഇരുന്നിട്ട് ഓടിച്ചാടെ കിടക്കുകയാണ്. സമയം രാത്രിയോട് അടുക്കുമ്പോൾ അത് ഇവരിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഈ ഇല്ലിയുടെ കൊമ്പേ കൂടെ ഇങ്ങനെ നടന്നു വരുവാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ വരിക. കുരങ്ങന്മാരെ 6:30 ആയിട്ടുണ്ട് സമയം. ഇത് ഇവരുടെ താവളമാണ്, ഈ ഇല്ലിത്തോട്ടമൊക്കെ. ഈ ഇല്ലി മരത്തിൽ ഇവരുടെ താവളമാണ്. ഇവിടെ ഒരാളുണ്ട്. ഇതാന്ന് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും വലുത് ഈ കൂട്ടത്തിൽ. അവിടെ കിടന്ന് അടി ഉണ്ടാക്കും കുറേ പേര്. ഇല്ലിമരമാണ് ഈ പ്രദേശം. ഇങ്ങോട്ട്